ഗുഡ് ഡേ ഓൾ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സഫിഷ്യൻസിയുടെ കുറച്ച് പ്രോബ്ലംസ് ആണ്. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു എന്താണ് സഫിഷ്യൻസി എസ്റ്റിമേറ്റിനെ എങ്ങനെ കണ്ടുപിടിക്കാം ബൈ യൂസിങ് ഫിഷൻ നെയ്മാൻ ഫാക്ടറൈസേഷൻ തിയറം വെച്ച്. അപ്പം നമ്മൾ പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: എക്സാമിൻ വെദർ the sample mean x bar is sufficient for estimate the parameter lambda in a Poisson distribution. അതായത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അതായത് e raised to minus lambda raised to x by x factor. ഇതാണ് പോയിസോണിൻ്റെ PDF. അങ്ങനെയാണെങ്കിൽ എക്സ് ബാറ് ലാംഡയ്ക്ക് സഫിഷ്യൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫിഷർ ഫാക്ടറൈസേഷൻ തിയറമാണ്. അതായത് നമുക്കറിയാം എന്താണ് x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് എന്താണ് റാൻഡം സാമ്പിളാണ്, സൈസ് തന്നെയാണ്. ഇത് എടുത്തേക്കുന്നത് പോയിസൺ ലാംഡയാണ്. ഇത് എടുത്തേക്കുന്നത്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. നെയ്മാൻ ഫിഷർ ഫാക്ടറൈസേഷൻ പറഞ്ഞു വെക്കുന്നത് എന്താണ്? അതായത് x1, x2 എക്സെട്ര xn, തീറ്റ എന്നത് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ L of t, തീറ്റ ഇൻറ്റു L of x1, x2, എക്സെട്ര xn എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ ടി എന്താണ് സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ ആണെന്ന് പറയാം. അപ്പം ഇവിടെ ഈ ഫംഗ്ഷനിൽ L1, L2 ആണെങ്കിൽ ഈ ഫംഗ്ഷനിൽ ടിയും തീറ്റ എന്ന് ഫംഗ്ഷന് വരാൻ പാടുള്ളൂ. ഇതിൽ ഈ ടേം എന്തായിരിക്കും? തീറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ നോക്കാം. നമുക്ക് ആദ്യം ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ആകുമ്പം L of x1, x2, എക്സെട്ര xn ഇവിടുത്തെ പാരാമീറ്റർ ലാംഡയാണ്. ലാംഡ ഈസ് ഈക്വൽ ടു ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ജോയിൻറ്റ് PDF ആണ്. അത് f of x1, ലാംഡ ഇൻറ്റു f of x2, ലാംഡ ഇൻറ്റു എക്സെട്ര f of xn, ലാംഡ ഈസ് ഈക്വൽ ടു ഇങ്ങോട്ട് എഴുതുകയാണ്. ഈസ് ഈക്വൽ ടു f of x1, ലാംഡ. ഇതാണ് f of x ലാംഡ. f of x ലാംഡ ഇതാണ്. f of x ലാംഡയാണ് ഇത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? e raised to f of x ലാംഡ. ഓക്കെ, നമുക്ക് എഴുതാം e raised to മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ raised to x1 by x1 ഫാക്ടോറിയൽ ഇൻറ്റു അടുത്തത് f of x2, ലാംഡ. അതായത് e raised to മൈനസ് ലാംഡ raised to x raised to 2 by x2 ഫാക്ടോറിയൽ ഇൻറ്റു അടുത്ത ടേം വരുവാണെങ്കിൽ എന്ത് ചെയ്തേനെ? e raised to മൈനസ് ലാംഡ raised to x3 by x3 ഫാക്ടോറിയൽ എക്സെട്ര xn എന്ന് വരാം. f of xn, ലാംഡ e raised to മൈനസ് ലാംഡ raised to xn ഡിവൈഡ് ബൈ xn ഫാക്ടോറിയൽ എഴുതാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എഴുതാം. അതായത് ഈസ് ഈക്വൽ ടു ഇത് ഇവിടുത്തെ e raised to മൈനസ് ലാംഡ ഇൻറ്റു ഇവിടുത്തെ e raised to മൈനസ് ലാംഡ ഇൻറ്റു ഇവിടുത്തെ e raised to മൈനസ് ലാംഡ ഇൻറ്റു എക്സെട്ര e raised to മൈനസ് ലാംഡ. മൊത്തത്തിൽ എത്ര വരും? e raised to മൈനസ് m ലാംഡ വരും. ഓക്കെ, ഇവിടുത്തെ e raised to മൈനസ് ലാംഡ ഇൻറ്റു e raised to മൈനസ് ലാംഡ ഇൻറ്റു എക്സെട്ര ഇൻറ്റു e raised to മൈനസ് ലാംഡ. അതായത് e raised to
മൈനസ് എൻ ലാംഡ വരും. എൻ ലാംഡ ഡൗട്ടില്ലല്ലോ. ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ഒന്നും കൂടെ ആയാൽ ഇവിടുത്തെ ഇ റേസ് ടു മൈനസ് ലാംഡ മൈനസ് ലാംഡ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ എക്സെട്ര ഇ റേസ് ടു മൈനസ് ലാംഡ, അതായത് ഇ റേസ് ടു മൈനസ് എം ലാംഡ ടേംസ് ഇവിടെ വരും. ഇ റേസ് ടു മൈനസ് എൻ ലാംഡ ഇ റേസ് ടു മൈനസ് എൻ ലാംഡ. മൈനസ് എൻ ഇ റേസ് ടു മൈനസ് എൻ ലാംഡ. അതുപോലെ തന്നെ ഇവിടെ ലാംഡ റേസ് ടു x1 ഇൻറ്റു ലാംഡ റേസ് ടു x2 ഇൻറ്റു അടുത്ത ലാംഡ റേസ് ടു x3 ഇൻറ്റു എക്സെട്ര ലാംഡ റേസ് ടു xn. ഇപ്പോൾ ഇവിടെ എന്തൊരു ലാംഡ റേസ് ടു x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn വരും, ഡിവൈഡ് ബൈ ഇവിടെ എന്തുവരും x1 ഫാക്ടോറിയൽ ഇൻറ്റു x2 ഫാക്ടോറിയൽ ഇൻറ്റു x3 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര xn ഫാക്ടോറിയൽ, അതായത് x1 ഫാക്ടോറിയൽ ഇൻറ്റു x2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര xn ഫാക്ടോറിയൽ എന്ന് വരും. ഇനി അടുത്തത് കുറച്ചും കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എൻ ലാംഡ. ഇതിൻ്റെ എഴുതാം, ഇതിനെ ഈ ടേംസിന് ലാംഡ റേസ് ടു സമ്മേഷൻ xi എന്ന് എഴുതാം, ഡിവൈഡ് ബൈ ഇവിടെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. അതായത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ എഴുതാം. അതായത് x1 ഫാക്ടോറിയൽ ഇൻറ്റു x2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര xn ഫാക്ടോറിയൽ എന്ന് നമുക്ക് എഴുതാം. ഇനി വേണ്ടത് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എം ലാംഡ റേസ് ടു സമ്മേഷൻ xi നമുക്കറിയാം. എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ xi ബൈ n ആണ്. അപ്പം സമ്മേഷൻ xi നമുക്ക് എന്ത് എഴുതാം? എൻ എക്സ് ബാർ എന്ന് എഴുതാം. അപ്പം ലാംഡ എൻ എക്സ് ബാർ ഡിവൈഡ് ബൈ ഇവിടെ എന്ത് എഴുതാം? x1 ഫാക്ടോറിയൽ ഇൻറ്റു x2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര xn ഫാക്ടോറിയൽ നമുക്ക് ഈ രീതി നമുക്ക് എഴുതാം. ഈസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പിൽ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എൻ ലാംഡ ഇൻറ്റു ലാംഡ റേസ് ടു എൻ എക്സ് ബാർ ഇൻറ്റു ഇതിനെങ്ങനെ എഴുതാം? 1/x1 ഫാക്ടോറിയൽ ഇൻറ്റു ഈ ടേമിന് ഇൻറ്റു x2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര xn ഫാക്ടോറിയൽ നമുക്ക് എഴുതാം. അതായത് ഈ ടേമിന് L1 ഓഫ് t കോമ തീറ്റ എന്നും ഇത് L2 ഓഫ് എന്തായിട്ട് എഴുതാം? x1 കോമ x2 കോമ എക്സെട്ര x എന്ന രീതിയിൽ എഴുതാം. ഇവിടെ നോക്കേ, ഇവിടെ ലാംഡയോട് ചേർന്നിട്ട് ഏതാണ് എക്സിൻ്റെ ഫങ്ഷൻ ഏതാണോ വരുന്നത് അതാണ് എന്ത് സഫിഷ്യൻറ്റ് സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് എടുക്കുന്നത്. അപ്പം ഇവിടെ ലാംഡയോട് ചേർന്നിട്ട് വരുന്നത് എന്താണ്? എക്സ് ബാർ ആണ്. അപ്പം നമുക്ക് എന്ത് പറയാം? എക്സ് ബാർ ലാംഡയുടെ സഫിഷ്യൻറ്റ് എക്സ്റ്റിമേറ്റർ ആണെന്ന് പറയാം. ഓക്കെ, ഇത് രണ്ട് ഫങ്ഷനാക്കി നമുക്ക് എഴുതാൻ പറ്റും. ഇത് L1 ഓഫ് ടി കോമ തീറ്റ, ഇവിടെ L2 x1 കോമ x2 കോമ എക്സെട്ര x എന്ന രീതിയിലാക്കി മാറ്റി. ഇനി നമ്മുടെ പാരാമീറ്റർ നമ്മൾ ആരുടെ സഫിഷ്യൻറ്റ് എക്സ്റ്റിമേറ്റർ ആണ് പിടിക്കുന്നത്? ലാംഡയുടെ സഫിഷ്യൻറ്റ്. അപ്പോൾ ലാംഡയോട് ചേർന്നിട്ട് ഏതാണുള്ളത്? ഇത് എക്സ് ബാർ ആണുള്ളത്. അപ്പം എക്സ് ബാർ ലാംഡയുടെ സഫിഷ്യൻറ്റ് എക്സ്റ്റിമേറ്റർ എന്ന് പറയാൻ പറ്റും. ഈ രീതിയിലാണ് നമ്മൾ സഫിഷ്യൻറ്റ് എക്സ്റ്റിമേറ്റിൻ്റെ പ്രോബ്ലം വരുമ്പം ഈ രീതിയിലാണ് കണ്ടുപിടിക്കുന്നത്. ഞാൻ പാരാമീറ്ററോട് ചേർന്നിട്ട് ഏത് ടേമാണ് എക്സിൻ്റെ ഇനി ഫങ്ഷൻ ഓഫ് എക്സിൻ്റെ ഏതാണോ വരുന്നത് അതായിരിക്കും
എക്സ്റ്റിമേറ്റായിട്ട് സഫിഷ്യൻറ്റ് എക്സ്റ്റിമേറ്റായിട്ട് എടുക്കുന്നത്. ഇവിടെ ലാംഡയോട് ചേർന്നിട്ട് എക്സിൻ്റെ ഫംഗ്ഷനായിട്ട് വരുന്നത് എക്സ് ബാർ ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം, ആ എക്സ് ബാർ എന്ന് പറയുന്നത് സഫിഷ്യൻറ്റ് എക്സ്റ്റിമേറ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഈ രീതിയിലാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ തന്നെ കാണാം ഈ രീതിയിൽ. അപ്പം ഫാക്ടറൈസേഷൻ തിയറം അനുസരിച്ച് എക്സ് ബാർ ആണ് എന്ത് ലാംഡയുടെ സഫിഷ്യൻറ്റ് എക്സ്റ്റിമേറ്റ്.